എൻ്റെ പേര് സന്ധ്യ. ഞാൻ തൃശ്ശൂർ ചേറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൻ ജീവൻ. കൃപാസന മാതാവിനും യേശുനാഥനും കൊടാനുകൂടി നന്ദി പറയാണ്. ഈ കൃപാസനത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ ഈ അൾത്താരയിൽ വന്ന് എൻ്റെ നിയോഗങ്ങൾ മാതാവിൽ അർപ്പിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഞാൻ മാതാവിനോട് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 എനിക്ക് 2 മക്കളാണുള്ളത്. ഇനി മോളുണ്ട്, ഹസ്ബൻഡുണ്ട്. എൻ്റെ വീട്ടിലെ സ്ഥിതി വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും കണ്ണീരും പാത്രം എറിയലും കരച്ചിലും ബഹളവും, ഹസ്ബൻഡ് മദ്യപിച്ചിട്ട് അങ്ങനെ ഒരു വേദനാജനകമായൊരു രീതിയിൽ ജീവിച്ചു പോകുന്ന സമയത്ത് ഞാനൊരു നേഴ്സാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ട ഇപ്പോഴും തൃശ്ശൂർ. അങ്ങനെ ഞാൻ എൻ്റെ നൈറ്റ് ഡ്യൂട്ടിയിൽ കേസൊക്കെ കഴിഞ്ഞ് ഒരു 2:30-3 മണിയായിട്ട് ഞാൻ റിക്കവറിയിലിരിക്കുന്ന സമയത്ത് നാളത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ സത്യം പറയുകയാണെങ്കിൽ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമില്ല. എൻ്റെ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യം വീട്ടിലെ അവസ്ഥകളുമൊക്കെ ആലോചിക്കുമ്പോൾ മരിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് ഞാനിങ്ങനെ ആലോചിച്ച് കരഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ അടുത്ത് ട്രോളിയിൽ ഒരു പത്രം, കൃപാസനം എന്ന് എഴുതിയൊരു പത്രം. ആദ്യം ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ ഇരുന്ന് കരയാൻ, എൻ്റെ കൂടെയുള്ളവരൊക്കെ റെസ്റ്റിങ്ങിന് പോയി. ഞാൻ വീണ്ടും ആ പത്രം എടുത്ത് നോക്കുമ്പോൾ സാക്ഷ്യങ്ങൾ മാത്രം അതിനകത്ത് കാണുമ്പോൾ വായിച്ചിട്ടും എനിക്കതൊന്ന് എന്താ പറയണ്ടേ, എൻ്റെ ജീവിതമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ദൈവം ഇതെവിടെയാണ് ഈ ഒരു സ്ഥലം, എവിടെയാണ്, ആരോടെ ചോദിക്കേണ്ടേ, എങ്ങനെയാണ് പോകണ്ടേ, ഒന്നും എനിക്കറിയണില്ല. എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ ഒരു ചെറിയ ഫോണാണ്. ആ സമയത്ത് ഞാനൊരു 10-15 പ്രാവശ്യം അതിലുള്ള ആ ഫോൺ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു. പക്ഷേ ഈ രാത്രി നേരത്തെ ഇവിടെ എടുക്കില്ല എന്നുള്ളൊരു ബോധമൊന്നും എനിക്ക് ഉണ്ടായില്ല. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. എനിക്ക് എന്തോ ഒരു നാണക്കേട് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, ഒരാഴ്ചയോളം ഞാൻ ഈ പത്രം കൈ പിടിച്ച് കൊണ്ടു നടന്നു. എവിടെ പോകണം, കൂടെ വരാൻ ആളില്ല, പൈസയില്ല. അങ്ങനെ വളരെയധികം വേദനിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇതിലൊരു അഡ്രസ്സ് കാണാണ്ട്, വിളിച്ചിട്ടാന്ന് വെച്ചാൽ എനിക്ക് ഫോൺ എടുക്കണില്ല, ഞാൻ നേരമില്ലാത്ത നേരത്താണ് വിളിക്കണേ, നമുക്കൊന്ന് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മോളും ചേച്ചിയും കൂടിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. എൻ്റെ മോള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാശി, ദേഷ്യം. ആ പ്രായത്തിൻ്റേതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. എൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ ഒരു അവസ്ഥ. എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ മോളെയും കൂട്ടിയിട്ട് ഞാനും എൻ്റെ ചേച്ചിയും ഇവിടെ വന്നു. ഞങ്ങൾ രാത്രി 2:45 ട്രെയിനിനാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് 10 മണിക്ക് പോരും, 2:45 ട്രെയിനിന് കയറി ഇവിടെ എത്തുമ്പോൾ 4:45 ഞങ്ങൾ എത്തും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ ഗേറ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോളും ഇങ്ങോട്ട് കടക്കില്ല. ഈ വാശി പിടിച്ച് ദേഷ്യം പിടിച്ച് പുറത്തേക്ക് ഓടും. ഞാൻ വീണ്ടും പോയി വിളിച്ചു കൊണ്ടുവരും. മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ മോള് +2 ആയി. എങ്ങനെയാ കുട്ടി +2 പാസ്സാവുമെന്ന് എനിക്കറിയില്ല. ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറിയില്ല. അങ്ങനെ ഒരു വാശിയും ദേഷ്യമുള്ള എൻ്റെ മകള്. എനിക്ക് പറയാൻ അറിയില്ല, ഈ ഇരിക്കുന്നവരിലും ഇങ്ങനത്തെ മക്കളുണ്ടായിരിക്കും. പക്ഷേ അന്നൊക്കെ ഞാൻ കരഞ്ഞ് എനിക്കറിയില്ല. എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം. എൻ്റെ മകൾക്ക് ഞാൻ വന്നിവിടെ ഉടമ്പടി എടുത്ത് കുറച്ച് നാളേനെ അവളെ കൺട്രോൾ ചെയ്ത് കിട്ടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ തൈലം എന്നും കുരിശ് വരയ്ക്കും. ഉപ്പ് അവളറിയാതെ ഞാൻ അവളുടെ ചോറിലിട്ട് കൊടുക്കും. പിന്നെ തേൻ കൊടുക്കും, കാപ്പിയിലൊഴിച്ച്. അങ്ങനെയൊക്കെ ആയി എൻ്റെ മോളിൽ നിന്ന് ഏറ്റവും നല്ലൊരു മകളായി. BSc നഴ്സിംഗ് അവൾ പാസ്സായി. അതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. കഴിഞ്ഞ മാസമാണ് എൻ്റെ മോള് BSc നഴ്സിംഗ് കോയമ്പത്തൂർ രേവതി കോളേജിൽ നിന്ന് പാസ്സായി. അമ്മ മാതാവ് തന്ന ഈ ഒരു അനുഗ്രഹം എനിക്ക് എത്ര പറഞ്ഞാലും തീരില്ല. കോടാനുകോടി നന്ദിയാണ് ഞാൻ പറയണേ. എനിക്ക് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് ഉപകാരങ്ങളാണ് എനിക്ക് ഉണ്ടാവാറ്. ഞാൻ ചില സമയത്ത് തളർന്നു പോവും. അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾ തളരരുത്, മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാത്തതുമായിട്ട് ഒന്നുമില്ല എന്ന്. അങ്ങനെ എൻ്റെ മോള് ജർമ്മൻ ഭാഷ പഠിക്കുകയാണ്. എൻ്റെ മോള് വന്നിപ്പോൾ ഉടമ്പടി എടുത്തു. അവളുടെ കല്യാണം കഴിഞ്ഞു. ഈ വർഷം അവസാനത്തോടു കൂടി എൻ്റെ മോള് ജർമ്മനിക്ക് പോവുകയാണ്.
പിന്നെ ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയ വസ്തുക്കളിൽ നമ്മൾ ഉപ്പ് ഞാൻ ഹസ്ബൻഡ് അറിയാതെ തന്നെ ചോറിലിട്ട് കൊടുക്കും. 25 വർഷമായി, 29ാമത്തെ വർഷമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. 25 വർഷമായിട്ടും ഹസ്ബൻഡ് ഗൾഫിലാണ്. വെക്കേഷന് വരുമ്പോൾ എന്താണ് വീട്ടിലെ അവസ്ഥ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഹസ്ബൻഡ് ലീവിന് വരുമ്പോൾ അങ്ങനെ ഉപ്പിട്ടിട്ട് ഭക്ഷണത്തിൽ കൊടുത്തിട്ട് ഇന്ന് ഒരു പക്ഷേ ഞാൻ പറയാം ഏറ്റവും സമാധാനവും സന്തോഷമുള്ളൊരു കുടുംബമാണ് എൻ്റെ കുടുംബമാക്കിയിട്ട് അമ്മ മാതാവ് ഞങ്ങളെ അങ്ങനെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ഉടമ്പടി എടുക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളം വറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കുഴൽ കിണർ അടിക്കാൻ തീരുമാനിച്ചു. 250 അടിയോളം അതടിച്ചു. അടിച്ചെത്തി കഴിഞ്ഞിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ പറയാറുണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കിണറ്റിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവ് നമുക്ക് വെള്ളം തരുമെന്ന്. അതിനൊരു സാക്ഷിയാണ് ഞാൻ. കാരണം 19 മുമ്പ് വെള്ളമില്ലാത്ത സമയത്ത് വരുമ്പോൾ നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ആണൊക്കെയാണ് വെള്ളം തരിക. അല്ലെങ്കിൽ കോർപ്പറേഷൻ പൈപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. അങ്ങനെ ഞാൻ കിണറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ വേണമെങ്കിൽ ഒരു 1.5 ബക്കറ്റോളമൊക്കെ വെള്ളം ഉണ്ടാവും. എൻ്റെ മാതാവേ, നാളെ കാലത്ത് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോകണം, വെള്ളമില്ല. ഇവരുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ് പോയി ചോദിക്കുക എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഉപ്പെടുത്തു, കൃപാസനം മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഉപ്പിട്ടു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇന്ന് ഈ 5 കൊല്ലമായിട്ട് ഇതുവരെ എൻ്റെ കിണറ്റിലെ വെള്ളം വറ്റിയിട്ട് മറ്റുള്ളവർ വീട്ടിൽ പോയി വെള്ളം എടുക്കേണ്ട ഒരു അവസരം വന്നിട്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ അങ്ങനെയും അനുഗ്രഹിച്ചു. പിന്നെ ഇതെൻ്റെ മകനാണ്. എൻ്റെ മോൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കാശ് രൂപം എന്ന് പറയുന്നത് കയ്യിൽ നിന്ന് നിലത്ത് വെക്കില്ല. കുട്ടി ഉറങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ ചെന്ന് നോക്കിയാൽ കൂട്ടിപ്പിടിക്കും. എൻ്റെ മോൻ CBSE സ്കൂളിലാണ് എൻ്റെ മോൻ പഠിച്ചത്. 10th 87%. അതിനുശേഷം ഉടമ്പടി എടുത്തിട്ട് +1 +2 വലിയൊരു അത്ഭുതമാണ് നടന്നത്. കാരണം എൻ്റെ മോൻ സ്കൂളിൽ പോകുമ്പോൾ മാതാവിനോട് പറഞ്ഞിട്ടാ ഞാൻ പോവാന്ന്. എക്സാമിന് പോകുമ്പോൾ അവൻ വിശുദ്ധ തൈലം വെച്ച് കുരിശ് വരച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ മോൻ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉപ്പ് പോക്കറ്റിലിട്ട് പോകും ഒരിത്തിരി. എന്നിട്ട് അവിടെ ചെന്നിട്ട് എക്സാം ഹാളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇടും. അങ്ങനെ എൻ്റെ മോനും അവിടെ ചെന്നും ഇപ്പോൾ 95% +2 മാർക്ക് കിട്ടി. പാലാ ബ്രില്യൻ്റ് എന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സിൻ്റെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നു. ആലോചിക്കും നമുക്ക് അതിനുള്ളൊരു ഭാഗ്യമില്ല, നമുക്ക് മാതാവ് എന്തെങ്കിലും അനുഗ്രഹിച്ച് തരുമെന്ന്. എൻ്റെ മോൻ ബ്രില്യൻറ്റിലേക്ക് അപ്ലിക്കേഷൻ അയച്ചപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ എൻ്റെ മോന് 96.4% ഉള്ളത് കൊണ്ട് എൻ്റെ മോൻ ഒരു കൊല്ലം ബ്രില്യൻറ്റിൽ ഇതേ പഠിച്ച് ഇവിടെ ഇറങ്ങി. അതിനുശേഷം എൻ്റെ മോൻ കുറേ എക്സാമുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലെ IMUCTയുടെ എക്സാമിൽ എൻ്റെ മോന് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞ മാസം. എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. എൻ്റെ മോൻ്റെ കൂടെ എഴുതിയിട്ടുള്ള എത്രയോ കുട്ടികൾ എഴുതിയിട്ടുണ്ടെന്നറിയും ഞങ്ങളുടെ ഇടവഴിയിൽ. അവർക്ക് ആർക്കും കിട്ടിയില്ല. എൻ്റെ മോൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രകാരം അവൻ ഈ കാശ് രൂപം കയ്യിൽ വെച്ചിട്ട് ലാപ്ടോപ്പിൽ നോക്കിയിട്ട് ഷിപ്പിംഗ് കമ്പനികൾ എടുത്തിട്ട് അതിലൊരെണ്ണത്തിൽ അപ്ലൈ ചെയ്തു. ഭാഗ്യം എന്ന് പറയട്ടെ, മാതാവ് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും കനിഞ്ഞരുളിയത്. എൻ്റെ മോന് ഈ വരുന്ന 17-ാം തീയതി വലിയൊരു ഷിപ്പിംഗ് കമ്പനിയിലേക്ക് നോട്ടിക്കൽ സയൻസിന് വേണ്ടിയിട്ട് അവനൊരു എക്സാം വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ മോൻ്റെ കയ്യിൽ കാശ് രൂപമാണ്. കാശ് രൂപം വെച്ചിട്ട് തന്നെ എൻ്റെ മോൻ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബോംബെക്കാണ് ഞങ്ങൾക്ക് റിസർവേഷൻ കിട്ടി. റിസർവേഷൻ എടുക്കാനോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് റിസർവേഷൻ കിട്ടി. റിട്ടേൺ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തു. 15-ാം തീയതി ഞങ്ങൾ പോവാണ്. അമ്മ മാതാവ് ഞങ്ങൾക്ക് തരും എന്നുള്ള ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഞാൻ പറയുകയാണ്, ഇനിയുള്ള കാലം അത്രയും ഈ ഭൂമിലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് പറയാണ്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോട് ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുകളാണുള്ളത്. ഓരോ ദിവസവും ഞങ്ങൾ അച്ഛനയക്കുന്ന ധ്യാനങ്ങൾ ഒരുപക്ഷെ എനിക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല. വീട്ടിൽ ജോലിയുണ്ട്, എനിക്ക് ജോലിയുണ്ട്.
എല്ലാം കഴിയുമ്പോൾ എനിക്ക് കാണാനായിട്ട് ഇടയിൽ ഞാൻ കുറച്ചേശ്ശെ ആണെങ്കിലും ധ്യാനം ഞാൻ എല്ലാം കാണും. പിന്നെ കൃപാസനത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് സാക്ഷ്യങ്ങൾ വരിക എന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കാണും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവമേ നമ്മുടെ കാര്യങ്ങളും ഒന്നും അത്ര വലുതല്ല. ഇതിനേക്കാളും വലിയ ദുഃഖത്തിൽ വന്നിട്ടുള്ളവർ ഈ അൾത്താരയിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ച് അവർക്ക് സാക്ഷ്യം പറയാൻ കിട്ടിയത് കാണുമ്പോൾ ദൈവമക്കളെ ഞാൻ പറയുകയാണ്, എന്നെ പോലെ വേദനിക്കുന്ന നിങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കാശ് രൂപ നിലത്ത് വയ്ക്കരുത്. 19ാമത്തെ കൊല്ലാണ് ഈ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ 3 കൊല്ലം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകാർ തന്നെ EG ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റിലേക്ക് തന്നെ ഇട്ടു. ബാക്കിയുള്ള കുട്ടികളെ തന്നെയൊക്കെ തിരിച്ചു വിട്ടു. 4 കൊല്ലം കഴിയുമ്പോൾ ഈ EG ടെക്നീഷ്യൻ മാറ്റി പഴയ പോസ്റ്റിലേക്ക് തന്നെ ആക്കി തരുമെന്ന് ഞാൻ വിചാരിച്ചു. പല പ്രാവശ്യം, ചുരുങ്ങിയൊരു 10-20 പ്രാവശ്യം ഞാൻ എൻ്റെ അപ്ലിക്കേഷൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രാവശ്യം കൊടുക്കുമ്പോഴും അവരതിനൊരു മറുപടി തരില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരെക്കാളും 2000 രൂപ സാലറി ആയിട്ടാണ് ഈ 27 കൊല്ലവും ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ അപ്ലിക്കേഷൻ വെക്കാൻ പോവാണ്. എനിക്ക് ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്ത് എൻ്റെ സാലറി എനിക്കൊന്ന് മാറ്റി തരണം, എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് തികയണില്ല എന്ന്. ഞാൻ അങ്ങനെ MDയുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഞാൻ ഉപ്പ് കൈപിടിച്ച്, വിശുദ്ധ ഉപ്പ് കൈപിടിച്ച് പോയി ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ താഴെ ആരും ചവിട്ടാത്തോടത്ത് ഞാൻ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ പോവാണ് MDയുടെ റൂമിലേക്ക്. അപ്പോൾ മാതാവ് എൻ്റെ കൂടെ വരണം. ഇതും നോ എന്ന് പറയുകയാണെങ്കിൽ ഇനി ഞാൻ ഒന്നും പറയില്ല, മാതാവിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ MDയുടെ റൂമിൻ്റെ ഡോറ് അവിടുത്തെ ബോയ് തുറന്നു. ഞാൻ ചെന്നു. സംസാരിക്കേണ്ടി ഒന്നും വന്നില്ല. എൻ്റെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചു, അവർ സൈൻ ചെയ്ത് തന്നു. ഇത്രയും വർഷം കിട്ടാത്ത, 28 കൊല്ലമായിട്ട് എനിക്ക് കിട്ടാത്ത എൻ്റെ ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്ത പേപ്പറാണ് ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അമ്മ മാതാവ് എനിക്ക് എത്രയോ ഇതൊന്നല്ല പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനായാലും എൻ്റെ മകനായാലും കാശ് രൂപം താഴെ വയ്ക്കില്ല. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന നമുക്ക് പുണ്യമായ വസ്തുക്കളുള്ള ഈ തേനും ഉപ്പും എന്ന് പറയുന്നത് ഞങ്ങൾക്കതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതി. കാരണം നമുക്ക് പുറത്തിറങ്ങുമ്പോൾ പേടിയാണ്, ഏത് തരത്തിലുള്ള ഉപദ്രവങ്ങളും വരാം. എൻ്റെ വീട്ടിൽ ഒരു കോടതി കേസ് ഉണ്ടായിരുന്നു. ഈ കേസ് 4 കൊല്ലം നിലവിൽ നിൽക്കുമ്പോൾ എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഈ കേസിൻ്റെ പിന്നാലെ പോണതും കോടതി കയറണതും ഒക്കെ. അവസാനം ഫൈനലൈസ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയാണ്. ഇതിൽ ഞാനും നോ എന്ന് പറഞ്ഞാൽ അവിടെ ജയിലിലാണ് ആ കുട്ടി പോവുക. ഞാനിവിടെ മാതാവിനോട് വന്നിട്ട് പറഞ്ഞു, മാതാവേ, ഇതാദ്യമായിട്ട് ഞാൻ അനുഭവിക്കണത്, എനിക്കറിയില്ല ഇതിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്നുള്ളത്. അടുത്ത ആഴ്ച ഞാൻ കോടതിയിൽ കയറാൻ പോവുകയാണ്. എൻ്റെ മാതാവ് എൻ്റെ കൂടെ വരണം. എൻ്റെ മോളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കറിയില്ല മാതാവേ, അവർക്കും ഞങ്ങൾക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ മാതാവ് ഇടപെട്ടിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മാതാവ് ഇടപെടണേന്ന് ഞാൻ പ്രാർത്ഥിച്ച് കാശ് രൂപ മുറുക്കി പിടിച്ച് കോടതിയിലുള്ളിൽ കയറി, ആ കൂട്ടിൽ കയറി. മാതാവാണ് സംസാരിച്ച്, സത്യമായിട്ടും പറയാം, ഞാനല്ല. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കൃപാസന മാതാവ് അത് ഞങ്ങൾക്ക് ആ കേസ് ഒഴിവാക്കി തന്നു. കോടാനുകോടി നന്ദി പറയുകയാണ് ഞാൻ മാതാവിനോട്. പിന്നെ പുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും മുടക്ക് വരുത്തില്ല. എനിക്ക് ഒരു പൊതി ചോറേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനും ഞാനും കൂടി പോയിട്ട് അത് ആളെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കി. എത്ര പൊതി ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 1 ആണെങ്കിൽ 1, 4 ആണെങ്കിൽ 4 അത് കൊണ്ടുപോയി. ഞങ്ങൾ ഇതുവരെയും മുടക്ക് വരുത്തിയിട്ടില്ല. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അത് കൊണ്ടുപോയി കൊടുക്കും. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും വന്ന് ഇതൊക്കെ ശരിയാക്കി കൊണ്ടുപോയി കൊടുത്തിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. പിന്നെ ഒരു അനാഥാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെ എനിക്ക് ചെയ്യുന്നത് തൃപ്തിക്കുറവുണ്ടായിട്ടല്ല, ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടിമേ പോയി ഒരു സ്റ്റാൻഡിൽ വണ്ടി വെച്ച് അവിടെ നിന്ന് ബസ് കയറി 40 രൂപ ഓട്ടോറിക്ഷ കൊടുത്ത് ഞങ്ങൾ പോയി. അവിടെ പോയി ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ അനാഥാലയത്തിലെ കുട്ടികൾക്ക് കൈയും കാലും നിവർത്താനോ പറ്റില്ല, മോഷനമൊക്കെ പാസ് ചെയ്ത് കിടക്കുന്ന കുട്ടികളാണ്. അവരെ ഞങ്ങൾ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തിട്ട് എല്ലാ ബുധനാഴ്ചയും ഇതുവരെയും മുടക്കം വന്നിട്ടില്ല. അത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പോക്കറ്റ് ഇവിടുന്ന് ഞാൻ
ലോക്കറ്റ് കൊണ്ടുപോകും. കാരണം 5 or 10 കൊണ്ടുപോയി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും. ഇങ്ങനെ വേദനകളായി പറയുന്നവരുടെ അടുത്ത് ഞാൻ ഈ ലോക്കറ്റ് കൊടുക്കാറുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, ഇപ്രാവശ്യത്തെ SSLC എക്സാം എഴുതിയ 3 കുട്ടികൾ വന്നു എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ. അപ്പോൾ ഞാൻ കാശ് രൂപം കൊടുത്തിട്ട് പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. വലിയ അത്ഭുതമാണ്. ഈ 3 കുട്ടികൾക്കും ഫുൾ A+ ആണ് കിട്ടിയിരിക്കുന്നത്. എനിക്കിവിടെ പറയാൻ പറ്റിയൊരു സാക്ഷിയാണത്. കാരണം വലിയൊരു അനുഗ്രഹമാണ്. അവരിനി എന്തായാലും ഉടമ്പടി എടുക്കാൻ വരും. ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം അത് ഞാൻ എങ്ങനെയാ വെച്ചാൽ കവറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ആദ്യം തന്നെ കുരിശ് വരച്ച് അട്ടിയാക്കി വെക്കും, എനിക്ക് കൊടുക്കാൻ പാകത്തിനായിട്ട്. ഞാനും എൻ്റെ മോനും കൂടി പോയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോവാം, മാതാവേ ഇത് ഏറ്റവും ആവശ്യമുള്ളവരെ ഞങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരണേന്ന്. അങ്ങനെ എരിപൊരി വെയിൽ കൊണ്ടിട്ടായാലും ശരി ഞങ്ങൾ ഈ പത്രം കൊടുക്കും. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് മാസത്തിൽ ഒരാളെങ്കിലും ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി എത്തിക്കുക എന്നുള്ളത്. ചില മാസങ്ങളിൽ 2-3 പേരെ കിട്ടാറുണ്ട്. ഇതുവരെയും ഒരാളെയെങ്കിലും ഞാൻ ഇവിടെ എത്തിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോടും യേശുനാഥനോടും എല്ലാവരോടും ഞാൻ പറയണം, കോടാനുകോട് നന്ദി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഈ മാസം 1-ാം തീയതി തന്നെ ഞാൻ ലീവ് എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞു 28-ാം തീയതി എനിക്ക് ലീവ് വരണം, കാരണം ഡ്യൂട്ടിക്ക് ആളില്ലാത്തത് കൊണ്ട് അവർ മാറ്റിയാണ്. അപ്പോൾ ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ 11-ാമത്തെ ദിവസമാണ് കാലത്ത് ഞാൻ ഭക്ഷണം കഴിക്കൽ ഉപവാസം എടുത്തിട്ടാണ്. കാരണം എനിക്ക് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് എത്തണം. പലതരത്തിലുള്ള മുടക്കുകൾ വരും. മാതാവേ എനിക്ക് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ഇന്നേ ദിവസം മാതാവ് എന്നെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നു. മിനിഞ്ഞാന്ന് കാലത്ത് വാർത്ത വെച്ചപ്പോൾ റേഡിയോയിൽ പറയാണ് ആലപ്പുഴ, ചേർത്തല, കോട്ടയം ഭാഗത്തൊക്കെ മഴയായതുകൊണ്ട് അവധിയാണ് സ്കൂളുകൾക്കെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, ദൈവമേ ഞാൻ ഇത്രയും ദിവസം ഒരുങ്ങി പ്രാർത്ഥിച്ചിരുന്നിട്ട് പോലും എനിക്ക് ഈ അൾത്താരയിൽ കയറാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഇന്നലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 2:45 ട്രെയിനിന് കയറി ഇവിടെ എത്തുന്നത് വരെയും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മാതാവ് അനുഗ്രഹിച്ച് ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം കിട്ടിയതിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2:8 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ എത്രയോ മക്കളാണ് വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ ഇവിടെ വന്ന് പങ്കുവയ്ക്കുന്നത്. സന്ധ്യ ജയപ്രകാശിൻ്റെ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ മക്കളുടെ ജീവിതത്തിൽ, തൻ്റെ ഹസ്ബൻഡിന്, കുടുംബം ഒന്നാകെ പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എങ്ങനെയാണ് ഈ മക്കൾ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ കൃപ ചൊരിഞ്ഞ ഓരോ നിമിഷങ്ങളെക്കുറിച്ചാണ്. എങ്ങനെ കൃപാസന പത്രത്തിലൂടെ ഇവിടെ ഓരോ മക്കളും കടന്നു വരുന്നു. അതുകൊണ്ട് കൃപാസന പത്രം കൊടുക്കുന്നത് അത് നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടോ അത്രമാത്രം അത് ഇഫക്റ്റീവാണ്. അതാണ് നാം ചിന്തിക്കേണ്ടത്. നാം ഒന്നുമല്ലാത്ത, അതായത് നമ്മുടെ സ്റ്റാറ്റസൊക്കെ ഒത്തിരി ആയിരിക്കാം, സമൂഹത്തിൽ നാം വലിയ പൊസിഷൻ വഹിക്കുന്നവരായിരിക്കാം. എന്നാൽ കൃപാസന പത്രം കൊടുക്കുമ്പോൾ ആ സ്റ്റാറ്റസ് ഒന്നുമല്ല, കർത്താവിൻ്റെ സ്റ്റാറ്റസിനോടാണ് നാം താതാത്മ്യപ്പെടുക. കർത്താവിൻ്റെ സ്റ്റാറ്റസ് തന്നെ ശൂന്യനാക്കി കുരിശുമരണത്തോളം കീഴ്വഴങ്ങിയതാണ് കർത്താവിൻ്റെ സ്റ്റാറ്റസ്. ആ സ്റ്റാറ്റസിലേക്ക് നാം ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് കൃപാസന പത്രം കൊടുക്കുമ്പോൾ നാം ചെയ്യുക. ഈ മകൾക്കൊരു കൃപാസന പത്രം ലഭിച്ചു. അത് താൻ ജീവിതം ഇനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, ഇത് ഒറ്റപ്പെട്ട ഒരു സാക്ഷ്യമല്ല. ആ ഒരു അവസ്ഥയിൽ ഈ മകൾക്ക് കൃപാസന പത്രം കണ്ണിൽപ്പെടുന്നു. ആരും കൊടുത്തതല്ല. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ തൻ്റെ മുമ്പിലൊരു കൃപാസന പത്രം. അങ്ങനെയാണ് ഈ മകള് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ വന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിലെ ഭാരങ്ങൾ, അതായത് ഹൃദയത്തിൽ വലിയ കല്ല് പോലെയുള്ള ഭാരവുമായിട്ട് വരുന്നവർക്ക് എങ്ങനെയാണ് ഭാരലഘുത്വം ഉണ്ടാകുന്നത്. ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയുന്നത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അങ്ങനെ ഈ മകൾക്ക് തൻ്റെ ഭാരങ്ങളെല്ലാം ഇല്ലാതാകുന്ന, അലിഞ്ഞു പോകുന്ന, പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. തൻ്റെ മകളുടെ കാര്യത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ, മകളും മകനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 25 വർഷമായ ഹസ്ബൻഡിൻ്റെ മദ്യപാനം അത് പൂർണ്ണമായും മാറുന്നു. കുടുംബം സമാധാനം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്കാകുന്നു. 29 വർഷമായിട്ട് തൻ്റെ സർവീസിൽ തൻ്റെ ഡെസിഗ്നേഷൻ
അത് വേറൊരു തസ്തികയിൽ കിടക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഈ മകൾ എത്രയോ പ്രാവശ്യം നടന്നു. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. തനിക്ക് സാലറി, തൻ്റെ ഡെസിഗ്നേഷൻ അനുസരിച്ചുള്ള സാലറി ഇല്ല. അപ്പോൾ താനൊരു നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിലും ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ കിടക്കുമ്പോൾ സാലറി തൻ്റെ ജൂനിയേഴ്സിനേക്കാൾ പോലും കുറവ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയിൽ 28 വർഷമായിട്ട് നടക്കാത്തത് എങ്ങനെ ഉടമ്പടി എടുത്ത് 1 വർഷത്തിനുള്ളിൽ എങ്ങനെ നടക്കുന്നു? ഈ മകൾക്ക് ഇന്ന് ആ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കണം. ഈ മകൾ കൊടുക്കുന്ന ഒരു വിലയുണ്ട്. തൻ്റെ വീടിനടുത്ത് അനാഥ മന്ദിരമുണ്ട്, അവിടെ പോകാം. എന്നാൽ അതിനല്ല, കുറച്ചുകൂടി റിസ്ക് എടുക്കുകയാണ്. അതുകൊണ്ടാണ് മത്തായി 5:47 പറയുക, വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സഹോദരരെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി, അതായത് എന്താണ് നമ്മുടെ ഉടമ്പടിയുടെ പ്രത്യേകത? ഇങ്ങോട്ട് വരുന്നവർക്ക് മാത്രം സഹായം ചെയ്യുന്നവരാണോ നമ്മൾ? അതോ നാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകുന്നവരാണോ? അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നാം ജീവിക്കുകയും വിയർക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് നാം നടന്നു മടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ കൃപകൾ കൂടുതലുണ്ടാവുക. അങ്ങനെ എത്രയോ ദൂരം യാത്ര ചെയ്ത് തങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു. കൃപാസന പത്രമൊക്കെ എങ്ങനെ കൊടുക്കുന്നു? ഇവിടെ കർത്താവിൻ്റെ കൃപ വർഷിക്കപ്പെടുവാനായിട്ട് തീർച്ചയായും ഒരു സാക്ഷ്യം പറയാൻ വരുന്നവരൊക്കെ ചോദിക്കും, എഴുതിയിട്ടാൽ മതിയോ എന്ന്. ഈ മകള് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി വന്നാണ് സാക്ഷ്യം പറയുക. അത്രയേറെ ഒരുക്കണം നമ്മൾ നമ്മെ തന്നെ. അമ്മ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ആൾത്താരെയാണിത്. ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് കൃപ വേണം. അത് നമുക്ക് മറന്നു പോകാതിരിക്കാം. നമുക്ക് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. വാസന മാതാവിനും പരിശുദ്ധ പിതാവിനും 1000 നന്ദി പറയുന്നു. ആദ്യമായിട്ട് എൻ്റെ പേര് മനോജ് മാത്യു. എൻ്റെ വൈഫാണ് ലിബി. ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു 12 വർഷമായിട്ട്. എൻ്റെ വീട് ചേർപ്പുങ്കിലാണ്, കല്ലൂർപ്പള്ളി ഇടവാംഗമാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തു. അതിന് ഒരു കാരണമുണ്ടായിരുന്നു. 2011 എൻ്റെ വൈഫിന് തൈറോയിഡിൽ ഒരു ക്യാൻസർ വരികയും അത് ഞങ്ങൾ 2011 തന്നെ തൈറോയിഡ്ടമി ചെയ്ത് റിമൂവ് ചെയ്ത് സർജറി കഴിഞ്ഞായിരുന്നു. തിരിച്ച് ഞങ്ങൾ കുവൈറ്റിൽ ജോലിക്ക് പോയി. ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നടക്കുകയായിരുന്നു. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2023 ഓഗസ്റ്റിൽ വൈഫ് ജോലി കഴിഞ്ഞ് വരുമ്പം കാലിന് നീരും അതുപോലെ തന്നെ വേദനയും ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ കുവൈറ്റിലെ മിനിസ്ട്രിയിൽ MRI ചെയ്യാൻ തീരുമാനിക്കുകയും MRI എടുത്ത ശേഷം ലിബിയുടെ കഴുത്തിൻ്റെ പിറകിൽ C1 ഒരു ട്യൂമർ കണ്ടെത്തുകയും ആ ട്യൂമർ കൊണ്ടാണോ ആ പെയിനും ആ നീരും വരുന്നതെന്നൊരു സംശയങ്ങളുണ്ടാവുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ശരിക്കും അത് പേടിച്ചു. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് ശരിക്കും പേടിച്ചു. അപ്പം ഞങ്ങൾ കുഴപ്പമില്ല, അത് ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ഹാർഡ് വർക്ക് കൊണ്ടായിരിക്കാം വേദനയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് സർജറി ചെയ്ത് അതങ്ങ് മാറ്റി ഒന്ന് ബയോപ്സി വിടാം എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. എന്നാലും വൈഫിന് ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് സർജറി C1 അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു അത് ഇമ്മീഡിയറ്റ്ലി വേണ്ട, പയ്യെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളത് രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഇമ്മീഡിയറ്റ്ലി നാട്ടിലേക്ക് വന്നു. ഞങ്ങളൊരു ന്യൂറോ സർജനെ കണ്ടുപിടിച്ചു. ഡോക്ടർ പിന്നെയും ഇവിടെ വന്ന് MRI എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടാമത് MRI എടുത്തു. അപ്പം അതും ആ ഒരു ഗ്രോത്ത് ഇല്ലാതെ ആ സെയിം പൊസിഷനിൽ തന്നെ നിൽക്കുന്നു. ഡോക്ടർ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട, ഇതവിടെ ഇരുന്നോട്ടെ, ആർക്കും ഒരു ശല്യമൊന്നുമില്ല, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാനൊരു 3 മാസത്തെ ടാബ്ലറ്റ്സ് തരാം, അത് നിങ്ങൾ കഴിച്ചാൽ മതി, ഓട്ടോമാറ്റിക് തന്നെ വേദനകൾ മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുവൈറ്റിൽ വെച്ച് ലിബിയുടെ ഒരു ഫ്രണ്ട്, ഒരു നോൺ ക്രിസ്ത്യൻ, പുള്ളിക്കാരത്തിയോട് ഇങ്ങനെ ഈ ഒരു സംഭവം പറഞ്ഞപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, കൃപാസനം എന്നൊരു സ്ഥലം ആലപ്പുഴയുണ്ട്,
അവിടെ നിന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ഒരത്ഭുതം സംഭവിക്കും എന്ന് നോൺ ക്രിസ്ത്യൻ ഞങ്ങളോട് പറഞ്ഞപ്പം ഞങ്ങൾ ശരിക്കും അമ്പരന്ന് പോയി ശരിക്കും. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് അങ്ങനൊരു സംഭവം കേട്ടപ്പം തന്നെ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പം എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു അഹങ്കാരം വളരെ വലുതായിരുന്നു. ഞാൻ ഓർത്തു ഞാൻ ഈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസവും എന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് ഞാൻ ശരിക്കും നടന്നത്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, എന്നാൽ പിന്നെ നമുക്കതൊരു നാട്ടിൽ പോയി വരുന്നത് കൊണ്ട് കൃപാസനത്തിൽ വന്ന് അച്ഛനെ ഒന്ന് കാണാം, അല്ലെങ്കിൽ ഒരു ഉടമ്പടി എടുക്കാം എന്ന് കരുതി ഞാൻ ഞാൻ മടിച്ചു. ഞാൻ വേണ്ട, വൈഫിനെ കൊണ്ട് തന്നെ ഉടമ്പടി എടുപ്പിക്കാം. കാരണം അവർക്കാണല്ലോ അസുഖം എന്ന് കരുതി തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവളെ കൊണ്ട് തന്നെ എടുപ്പിക്കാമെന്ന് ഞാൻ കരുതി. അതാണ് എൻ്റെ ഒരു അഹങ്കാരം എന്ന് ഞാനൊന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പം ഞാൻ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം ഇവക്കൊരു കാരണവശാലും കൃപാസനത്തിൽ വരാൻ സാധിക്കുന്നില്ല. കാലനീരും അതുപോലെ തന്നെ വേദന, അസ്വസ്ഥതയും. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, അത് ചിലപ്പോൾ എനിക്ക് തന്നെ എടുക്കാനായിരിക്കും എന്ന് കരുതി തന്നെ ഞാൻ ഒറ്റയ്ക്ക് കൃപാസനത്തിൽ വന്നു. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവരും വരുന്ന പോലെ തന്നെ കൃപാസനത്തിൽ വന്നു, ചുറ്റുപാടൊക്കെ കണ്ടു. ഞാൻ ഓർത്തു ഒരു ഉടമ്പടി എടുത്തേക്കാം, പേരിന് കുറച്ച് സമയത്തോളം. ഞാൻ ഉടമ്പടി എടുത്തു. തിരിച്ച് ഇവിടുത്തെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഞങ്ങൾ വൈഫിനോട് പറഞ്ഞു ഉടമ്പടി എടുത്ത് പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ കോവിഡിൽ ചെന്നു. 2024 ഫെബ്രുവരി ആയപ്പോഴത്തേക്കും സെയിം പ്രോബ്ലം വൈഫിന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് ഓൾറെഡി തന്നെ 5 പ്രെയർ തുടങ്ങി. വൈകുന്നേരത്തെ പ്രെയറും പ്രതീക്ഷണ പ്രാർത്ഥനകളെല്ലാം തുടങ്ങി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു ക്ലാരിറ്റി ശരിക്കും ഇല്ല എന്നുള്ളവരെ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ വൈഫിൻ്റെ മുമ്പിൽ അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ വൈഫിനോട് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, അവൾക്കൊരു ആത്മധേയം കിട്ടിക്കോട്ടെ എന്ന് വെച്ച് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വൈഫിനും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. ഇതല്ലേ ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു വൈഫിനും കണ്ട് തിരിച്ച് വരാൻ വേണ്ടി. പക്ഷേ വൈഫിന് പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഫെബ്രുവരി ആയപ്പം പിന്നെ സെയിം വേദന വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഡോക്ടറെ കോവിറ്റ് കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ MRI എടുത്ത് നോക്കാം, അതിൻ്റെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നറിയാൻ. ഞങ്ങൾ MRI എടുത്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ അവിടെ തന്നെ ഉണ്ട്, പക്ഷേ അത് 1 വർഷം കൊണ്ട് വളരേണ്ട ഗ്രോത്ത് 3 മാസം കൊണ്ട് വളർന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. അത്രയും പെട്ടെന്നൊരു ഗ്രോത്ത് അവിടെ വരാൻ കാരണമാണെന്ന്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യേണ്ട, ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് തന്നെ സർജറി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഒരു സംശയം. അപ്പോൾ എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ വിശ്വാസങ്ങൾ പിന്നെ കൂടാൻ തുടങ്ങി. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് വണ്ടിയെ തന്നെ കൃപാസനം ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ഹെഡ്സെറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ ഒരു ഹെഡ്സെറ്റ് കൊണ്ട് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. അപ്പം കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓൾറെഡി തന്നെ എൻ്റെ ശരീരത്തിനും മനസ്സിലും ഓരോ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ പയ്യെ കുമ്പസാരത്തിനും പള്ളിയിൽ പോകാനും പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങിയപ്പം ഓട്ടോമാറ്റിക് തന്നെ എനിക്ക് തന്നെ ഭയങ്കര വിശ്വാസത്തിലൂടെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ വൈഫ് വന്നില്ലെങ്കിലും ഞാൻ ഓട്ടോമാറ്റിക് തന്നെ പ്രാർത്ഥനകളിലെല്ലാം കൂടാൻ തുടങ്ങി. അച്ഛൻ്റെ പ്രാർത്ഥന ശരിക്കും ഒരു ദിവസം ഒരു 3 സാക്ഷിയിലും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പിന്നെയും സംശയം. അപ്പം ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഹോസ്പിറ്റലിലൊന്നും കാണിക്കണ്ട, ഞങ്ങൾ ജൂണിൽ ഓൾറെഡി ലീവ് കൺഫേം ചെയ്ത് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പ്രാവശ്യം മാതാവേ, ഞാൻ ഉടമ്പടി പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് ഒരുപാട് പേര് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മാതാവിനോട് അവിടെ നിന്ന് തന്നെ ഒരു ഉടമ്പടി പ്രാർത്ഥനയോടൊപ്പം തന്നെ ഡേറ്റ് ഇട്ട് 6/6/2024 നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ അസുഖം അവിടെ നിന്ന് ഒന്നെങ്കിൽ ആ അസുഖം തീർച്ചയായിട്ടും ആ മുഴ മാറണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ആസ് യൂഷ്വൽ പഴയതുപോലെ തന്നെ ചെറുതായി മാറണം. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും. പിന്നെ വീട്ടിൽ മോനുണ്ട്, വൈഫുണ്ട്, എല്ലാവരും പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. തൈല്യങ്ങൾ ഞങ്ങൾ കഴുത്തിൻ്റെ പിറകിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. പിന്നെ ഉപ്പ് മനഃപൂർവ്വം തന്നെ ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കുമായിരുന്നു. രാവിലെ ഒരു തുള്ളി ഉപ്പ് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ശരീരത്തിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളുണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് കരുതി തന്നെ. പിന്നെ കാശുരൂപ എനിക്ക് കിട്ടിയ കാശുരൂപ ഞാൻ വൈഫിന് കൊടുത്തു. വൈഫിൻ്റെ കൊന്തയിൽ അത് ലോക്ക് ചെയ്ത് വെച്ച ശേഷം അത് കണ്ടിന്യൂസ് വൈഫ്
തുടങ്ങി. അങ്ങനെയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ ശരിക്കും വിശ്വാസവും പ്രാർത്ഥനയും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കും ഒരു ആശ്വാസമായി. അപ്പം പല ആൾക്കാരും വൈഫ് നേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് പേർക്കറിയാം വൈഫിനെ. അപ്പോൾ എന്താ പ്രശ്നം എന്താണെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. ഞങ്ങൾ നാട്ടിൽ വന്നു. ഞാൻ മാതാവിനെ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് വന്നേ. നാട്ടിൽ വന്നു. ഞങ്ങൾ ഇവിടെ ഒരു ഡൽഹിയിൽ എയിംസിൽ ഒരു ഡോക്ടറെ പോയി കണ്ടു, ന്യൂറോളജി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു സെയിം MRI എടുക്കാം, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ MRI എടുത്തപ്പോൾ ആ ഒരു മുഴ അത് പഴയതുപോലെ ചെറുതായി മാറി. അത് ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഒരുപാട് നന്ദിയുണ്ട് അതിന്. കാരണം ഞാനും ഓർത്തു ദൈവമേ അതൊരു ശരിക്കും ഒരു നല്ലൊരു അത്ഭുതമായി മാറി ഞങ്ങൾക്ക്. പെട്ടെന്ന് സർജറി ചെയ്യാനും വൈഫിനുള്ള സർജറിക്കുള്ള പേടിയും കേട്ടപ്പോൾ ഞങ്ങൾ ആ ഒരു മുഴയെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, ഇമ്മീഡിയറ്റ്ലി ഒന്നും ചെയ്യേണ്ട, അവിടെ തന്നെ ഇരുന്നോടും ഡോക്ടർ പറഞ്ഞു. അതാണ് എൻ്റെ ആദ്യ ശേഷം. ഒരുപാട് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ പെറ്റ് സ്കാൻ ചെയ്തു, പഴയ എന്തെങ്കിലും ക്യാൻസറിൻ്റെ വേരിയേഷൻസ് ഉണ്ടോ എന്ന് അവിടെ തന്നെ ചെക്ക് ചെയ്തു. അതിൽ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അവളോട് ഒരു കുഴപ്പമില്ല. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ പെങ്ങളുടെ 2 പിള്ളേരുടെ എക്സാമിന് കാനഡയിൽ ഒരു വിസ പ്രോസസ്സിന് വേണ്ടി അവർ കൊടുത്തിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കൂടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ജർമ്മൻ എക്സാം, രണ്ടാമത്തെ മോക്ക് ജർമ്മൻ എക്സാം പാസ്സാകാൻ വേണ്ടി 4 തവണ എക്സാം എഴുതിയതും പാസ്സാകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ വൈഫിൻ്റെ രോഗത്തിനൊപ്പം തന്നെ നിങ്ങളുടെയും പ്രാർത്ഥനകൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. അവർ 2 പേരും കാനഡയിലെ പ്രോസസ്സിങ്ങിൽ പോയി. ഒരാൾ ഓൾറെഡി കാനഡയിൽ ചെന്നു, മറ്റേ ആൾ ജർമ്മൻ പാസ്സായി. അത് എൻ്റെ നിയോഗത്തിൽ രണ്ടാമത് വെച്ച കാര്യമായിരുന്നു. അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നു. മൂന്നാമത് എന്നെ തന്നെ ഞാനൊന്ന് വിശദീകരിക്കുക. ഞാൻ ശരിക്കും പള്ളിയിലൊക്കെ പോകുമായിരുന്നു, ഭയങ്കര ഭക്തനൊക്കെയാണ്, എല്ലാവരുടെ മുന്നിൽ കാണിക്കാൻ ഞാൻ എടുക്കാനായിരുന്നു. പക്ഷേ ശരിക്കും ഞാൻ പള്ളി പോയി കഴിഞ്ഞാൽ കുർബാന സ്വീകരിക്കാറില്ല. അപ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിക്കും, എന്നെ അച്ഛൻ കുർബാന സ്വീകരിക്കാതെ ഇങ്ങനെ പള്ളി വന്ന് ചുമ്മാ ഇരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം, ചെയ്യുന്ന പാവങ്ങൾ പിന്നെയും ചെയ്യുവാണല്ലോ, പിന്നെ എങ്ങനെ ഞാൻ കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളൂ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. അപ്പം പിന്നീട് ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ഒരു നിയോഗത്തിൽ വെച്ചിരുന്നത് എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി മാതാവിന് അനുഗ്രഹം തരാൻ വേണ്ടി തരണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിന് മാതാവ് ആ ഉടമ്പടിക്ക് ശേഷം ഞാൻ ശരിക്കും കുമ്പസാരിക്കാൻ തുടങ്ങി. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ശരിക്കും ദൈവത്തിൽ ഒത്തിരി വിശ്വാസം വരാൻ തുടങ്ങി. അതുകൊണ്ട് എന്നെ പറ്റിയിരിക്കുന്ന പല ആൾക്കാർക്കും എൻ്റെ വിശ്വാസങ്ങളും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ ശരിക്കും നിങ്ങൾക്കറിയാം, കുവൈറ്റിലേക്ക് നമുക്ക് ഈ പബ്ലിക്കായിട്ട് പത്രങ്ങൾ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എസ്പെഷ്യലി ഞാനാണെങ്കിൽ പള്ളിയിൽ ചെന്ന് കഴിയുമ്പം ഈ പത്രം കൊടുക്കുമ്പോൾ ഭയങ്കര സങ്കടം. എനിക്കാണെങ്കിൽ ഭയങ്കര ഷെയിം പോലെ ആദ്യമായിരുന്നു. ഞാൻ പയ്യായിരുന്നു ഓരോ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതൊരു ബാധ്യതയാണല്ലോ എന്നൊരാദ്യമൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. എന്നാലും പിന്നീട് ഞാൻ പയ്യെ ഓരോ പത്രങ്ങൾ കൊടുത്ത് ഓരോ പ്രാവശ്യവും ഒരു 3 സാക്ഷ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൊണ്ട് ഒരു ആത്മധൈര്യം കിട്ടാൻ തുടങ്ങി. അപ്പം ഓട്ടോമാറ്റിക് തന്നെ ഞാൻ പത്രങ്ങൾ കൊടുത്തു തുടങ്ങി. എന്നിട്ട് എനിക്ക് മനസ്സിന് ഒരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും അതിൻ്റെ പിറകിൽ പ്രതീക്ഷയുടെ പ്രാർത്ഥനയും വെച്ച് ഒരു 500 കോപ്പികൾ ഞാൻ പ്രിൻ്റ് എടുത്ത ശേഷം ഈ നാട്ടിൽ വന്ന കഴിഞ്ഞ ആഴ്ചകളിൽ ഓരോ സ്ഥലങ്ങളിലും പോയി ഞാൻ തന്നെ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു. വൈഫ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന ക്യാഷ് ആയിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല നേഴ്സസിനെയും പിള്ളേർക്ക് പനിയോ അസ്വസ്ഥതയോ ചുമയോ വരുമ്പോൾ ഞങ്ങളെ അന്നേരം വിളിക്കും. ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്നെ അവർ ഞങ്ങളെ ആദ്യം വിളിക്കും. കൃപാസനത്തിൽ ഇച്ചിരി എണ്ണ കൊണ്ട് തരാമോ, അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് കൊണ്ട് തരാമോ, ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന്. തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. അവരെ നെറ്റിയിൽ കുരിശ് വരച്ച് ശരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തിരിച്ചു പോകും. പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ വിളിച്ച് പറയും കൊച്ചിൻ്റെ പനി മാറി, അല്ലെങ്കിൽ കൊച്ചിൻ്റെ കാലിൽ നീരുകൾ കുറഞ്ഞു, ഒത്തിരി സന്തോഷം. അങ്ങനെ ഒരുപാട് പേരെ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ 2-3 പേര് ഈ മാസം തന്നെ ഇവിടെ അവധിക്ക് വരുന്നുണ്ട്. അവർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം എപ്പോഴും ഞാൻ പറയും, അവരെടുക്കാൻ തയ്യാറായി വരുന്നുണ്ട്. അതിന് ഒത്തിരി അമ്മ മാതാവ് സഹായിച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1:15 തിരുവചനത്തിൽ അങ്ങനെ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ തിരുവചനം അരുളി ചെയ്യുമ്പോൾ മനോജ് മാത്യു എന്ന ഈ മകൻ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന്
ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് 2004 ഡിസംബർ 7 പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ പരിശുദ്ധമായ ഈ സന്നിധാനത്തിൽ നിൽക്കുമ്പോൾ ആ മകൻ ഒരു തുറന്ന കുമ്പസാരമാണ് നടത്തിയത്. തൻ്റെ സാക്ഷ്യം അങ്ങനെയാണ് ഈ മകൻ ഇവിടെ അവതരിപ്പിച്ചത്. അതായത് ഇന്ന് താൻ എന്താണോ അത് ആയിരുന്നില്ല താൻ ഇതിനു മുൻപ്. തനിക്കൊത്തിരിയേറെ ഒരു മൂടുപടം തനിക്കുണ്ടായിരുന്നു. ആ മൂടുപടം മറനീക്കി തന്നെ താനാക്കിയത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെടുത്ത ഉടമ്പടിയാണെന്നാണ് ഈ മകൻ പറഞ്ഞത്. ഇതൊന്നും ഒരിക്കലും നമ്മെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തീർച്ചയായും സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുകയാണ്. അതാണ് നാം ചിന്തിക്കേണ്ടത്. ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയാണ്. ലൂർദിലോ ഫ്രാൻസിലോ ഒക്കെ പോയി നമുക്കിപ്പോൾ നമ്മുടെ സാക്ഷിയൊന്നും പറയാൻ പറ്റില്ല. നാം ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമുക്ക് കൊച്ചു കേരളത്തിൽ ആലപ്പുഴയിൽ നമുക്ക് ഈ ഒരു വലിയ കൃപ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ഹൃദയം അറിയുന്ന കർത്താവ് നമുക്ക് പ്രതിഫലം തരും. ആ പ്രതിഫലമാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്ന ഒരു സാക്ഷ്യമായിരിക്കണം നമ്മുടേതെന്ന് പറയുക. അങ്ങനെ തൻ്റെ വൈഫിന് സ്പൈനൽ കോഡിൽ C1 ഒരു ട്യൂമർ ഉണ്ടാകുന്നു. എന്നാൽ അതിന് വേണ്ടിയിട്ട് ഒരു അക്രൈസ്തവ സഹോദരനാണ് പറയുക, ഇങ്ങനെ ആലപ്പുഴയിൽ കൃപാസനം എന്ന ഒരു പള്ളിയുണ്ട്, പോകണമെന്നൊക്കെ. ഇതൊക്കെ തീർച്ചയായും ഇവിടെ അക്രൈസ്തവ സഹോദരരുടെ സാക്ഷ്യങ്ങൾ അവർ പറയുമ്പോൾ അവരത്രയേറെ ഈശോയെ ഇറുകെ പിടിച്ചുകൊണ്ടാണ് അവർ പറയുക. തങ്ങൾക്ക് ഈ അപ്പായും അമ്മായും അല്ലാതെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ആരുമില്ലായിരുന്നു എന്നൊക്കെ അവർ പറയുമ്പോഴാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക അവരുടെ സാക്ഷ്യങ്ങൾ ഇടിവെട്ട് സാക്ഷ്യങ്ങളാണ്, വെടികെട്ട് സാക്ഷ്യങ്ങളാണെന്നൊക്കെ. അങ്ങനെയുള്ള ഒരു മകനാണ് പറയുക നിങ്ങൾ കൃപാസനത്തിൽ പോകണമെന്ന്. തങ്ങളോട് തന്നെ ലജ്ജ തോന്നി. ഇത് എന്തൊരു അവസ്ഥയാണിതെന്ന് ഓർത്തു. വിശ്വാസ ജീവിതത്തിൽ തങ്ങൾ എത്രയോ മുൻപന്തിയിൽ നിൽക്കുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഇങ്ങനെയൊക്കെ വന്ന് പറയേണ്ട ഒരു അവസ്ഥയായല്ലോ. എന്നാൽ ഇന്ന് ഈ മക്കൾ ഇവിടെ നിന്ന് തങ്ങളുടെ ഈ ഒരു സാക്ഷ്യത്തെ പ്രഘോഷിക്കുമ്പോൾ തീർച്ചയായും ഇതെല്ലാവർക്കും മാതൃകയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മോഡലാകുന്ന രീതിയിലുള്ള സാക്ഷ്യങ്ങൾ. അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസമാണ്. ഈ മക്കൾക്ക് കിട്ടിയ, തൻ്റെ വൈഫിന് കിട്ടിയ രോഗസൗഖ്യം, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്ന് ഈ കുടുംബം എങ്ങനെ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. മുന്തിരി ചെടിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കാത്ത ശാഖകളൊക്കെ വെട്ടി പുറന്തള്ളപ്പെടുമെന്നാണ് ഈശോ പറയുക. എന്നാൽ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ കുടുംബത്തെ ഈശോ എങ്ങനെ തൊട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഈശോ തൊടുന്നവരാകുവാൻ നമുക്കും ഇടവരട്ടെ. നമുക്ക് കുറേ ഫിസിക്കൽ ഫേവേഴ്സ് മാത്രമാകാതെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാൻ, അങ്ങനെ നമ്മെ തന്നെ സീറോ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുമ്പോൾ അവിടെയാണ് കൃപയ്ക്കുമേൽ കൃപ വർഷിക്കപ്പെടുക. ഈ കുടുംബത്തെ സമർപ്പിച്ച്, അതുപോലെ മറ്റു കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. തനിക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിച്ചു, അവരുടെയൊക്കെ നിയോഗങ്ങൾ എങ്ങനെ സാധ്യമായി, അതെല്ലാം വേണ്ടപ്പെട്ടത് തന്നെയാണ്. എല്ലാറ്റിലും ഉപരിയാണ് സ്വർഗോന്മുഖമായ നമ്മുടെ ജീവിതം. അത് നമുക്ക് കൂടെ കൂടെ ഓർക്കാം, ബോധവാന്മാരാകാം, ബോധ്യമുള്ളവരാകാം. തമ്പുരാൻ്റെ അടുത്ത് ഹൃദയത്തോടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.